നമസ്കാരം. ഭൂമിയുടെ അന്തരീക്ഷം വിസ്മയങ്ങളുടെയും നിഗൂഢതകളുടെയും കലവറയാണ്. പലപ്പോഴും ശാസ്ത്രലോകത്തെ പോലും അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ ബഹിരാകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ദൃശ്യമാകാറുണ്ട്. അത്തരത്തിൽ സമീപകാലത്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഒരു നാസ ബഹിരാകാശ യാത്രികൻ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഈ അത്ഭുതകരമായ കാഴ്ച കേവലം ഒരു പ്രകൃതി പ്രതിഭാസം എന്നതിലുപരി മനുഷ്യനിർമ്മിതമായ വസ്തുക്കളുടെ ബഹിരാകാശ യാത്രയും അവയുടെ അന്ത്യവും എങ്ങനെയായിരിക്കും എന്നതിലേക്കുള്ള ഒരു ജാലകം കൂടിയായി മാറുന്നു. ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളും ജനകീയമായ സങ്കല്പങ്ങളും ഒരുപോലെ ഇഴചേർന്ന ഈ സംഭവം ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിലെ മനോഹരമായ ഒരു ഏടായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാസയുടെ ബഹിരാകാശ യാത്രികനായ ക്രിസ് വില്യംസ് തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയാണ് ഈ അപൂർവ ദൃശ്യം ക്യാമറയിൽ പകർത്തുന്നത്. ഏപ്രിൽ 27 ഗ്രീൻവിച്ച് സമയം രാത്രി ഏകദേശം 10:40 ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് മുകളിലൂടെ ബഹിരാകാശ നിലയം സഞ്ചരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം. പുതിയ വിഭവങ്ങളുമായി നിലയത്തിലേക്ക് വരുന്ന പ്രോഗ്രസ് MS-34 എന്ന പേടകത്തെ നിരീക്ഷിക്കാനായി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. ആ സമയത്താണ് അന്തരീക്ഷത്തിൻ്റെ ഉപരിതലത്തിൽ അതിശക്തമായ പ്രകാശത്തോടെ ഒരു വസ്തു സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു നീണ്ട പ്രകാശരേഖയായി പ്രത്യക്ഷപ്പെട്ട ഈ വസ്തു പിന്നീട് പല കഷ്ണങ്ങളായി പിളരുകയും ആകാശത്ത് അഗ്നിഗോളങ്ങളുടെ ഒരു നിര സൃഷ്ടിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചപ്പോഴാണ് ലോകം ഈ അത്ഭുത കാഴ്ചയെക്കുറിച്ച് അറിയുന്നത്. ഈ പ്രകാശരേഖ എന്താണ് എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എങ്കിലും ശാസ്ത്രീയമായ ചില നിഗമനങ്ങൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ബഹിരാകാശത്തെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ ഏതെങ്കിലും ഉപഗ്രഹമോ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവികമായ പ്രക്രിയയാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത്. അതിവേഗത്തിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വായുവുമായി ഉണ്ടാകുന്ന ഘർഷണം മൂലം ഇത്തരം വസ്തുക്കൾ കത്തി നശിക്കാറുണ്ട്. ഇതിനെയാണ് ക്രിസ് വില്യംസ് ഒരു ലൈറ്റ് ഷോ എന്ന് വിശേഷിപ്പിച്ചത്. പ്രോഗ്രസ് MS-34 പേടകത്തെ വിക്ഷേപിച്ച സോയൂസ് റോക്കറ്റിൻ്റെ മുകൾ ഭാഗമാക്കാം ഇത്തരത്തിൽ കത്തി അമർന്നതെന്ന് ചില ബഹിരാകാശ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ആഫ്രിക്കൻ രാജ്യമായ നൈജറിന് മുകളിലൂടെയുള്ള ഇതിൻ്റെ സഞ്ചാരപഥവും സമയവും ഈ നിഗമനത്തിന് ആക്കം കൂട്ടുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ വിചിത്രമായ പലതരം ഊഹാപോഹങ്ങളും ഉയർന്നു വന്നു. ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും സാധാരണക്കാർക്കിടയിൽ ഇതൊരു അന്യഗ്രഹജീവികളുടെ അധിനിവേശമാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ചർച്ചകളും സജീവമാകുന്നുണ്ട്. പ്രശസ്തമായ ഹോളിവുഡ് സിനിമകളായ ട്രാൻസ്ഫോമേഴ്സ്, ബാറ്റിൽ ലോസ് ആഞ്ചലസ് തുടങ്ങിയവയിലെ രംഗങ്ങളുമായി പലരും ഇതിനെ താരതമ്യം ചെയ്തു. അന്യഗ്രഹജീവികൾ ഭൂമിയിലേക്ക് വരികയാണെന്നും സിനിമകളിൽ കാണുന്നത് പോലെ ഒരു അധിനിവേശത്തിൻ്റെ തുടക്കമാണിതെന്നും തമാശ രൂപേണ പലരും കുറിച്ചു. എങ്കിലും ശാസ്ത്രബോധമുള്ള ഒരു ഭൂരിഭാഗം ആളുകളും ഇതിനെ ഒരു സാങ്കേതിക പ്രതിഭാസമായിട്ടാണ് കാണുന്നത്. കൃത്യസമയത്ത് ഈ ദൃശ്യങ്ങൾ പകർത്താൻ സാധിച്ച ക്രിസ് വില്യംസിൻ്റെ നിരീക്ഷണ പാടവത്തെ ബഹിരാകാശ പ്രേമികൾ വാനോളം പുകഴ്ത്തി. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ബഹിരാകാശ മാലിന്യങ്ങളെക്കുറിച്ചുള്ള ഗൗരവകരമായ ആലോചനകൾക്കും വഴി തുറക്കുന്നുണ്ട്. മനുഷ്യൻ വിക്ഷേപിക്കുന്ന ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങളും റോക്കറ്റ് ഭാഗങ്ങളും ബഹിരാകാശത്ത് കറങ്ങി നടക്കുന്നുണ്ട്. ഇവിടെ കാലാവധി കഴിയുമ്പോൾ സുരക്ഷിതമായി അന്തരീക്ഷത്തിൽ കത്തിയമിടുന്നത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ക്രിസ് വില്യംസ് പകർത്തിയ ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടുമ്പോൾ അത് ബഹിരാകാശ ശാസ്ത്രത്തോടുള്ള പൊതുജനങ്ങളുടെ താല്പര്യം വർദ്ധിപ്പിക്കാൻ കാരണമാകും. ആത്യന്തികമായി ഇത് ബഹിരാകാശ അവശിഷ്ടങ്ങളുടെ സ്വാഭാവികമായ അന്ത്യമാണെന്ന് ഉറപ്പാണ്. എങ്കിലും ആകാശത്ത് തെളിഞ്ഞ ആ പ്രകാശരേഖ നൽകിയ ദൃശ്യവിരുന്ന് മനുഷ്യ മനസ്സിനെ എക്കാലവും വിസ്മയിപ്പിക്കുന്ന ഒന്നായി നിലനിൽക്കും. ബഹിരാകാശത്തിലെ നിഗൂഢതകൾ ഒന്നൊന്നായി അനാവരണം ചെയ്യപ്പെടുമ്പോഴും ഇത്തരം അപ്രതീക്ഷിത കാഴ്ചകൾ നൽകുന്ന ആവേശം ചെറുതല്ല. വെബ് ഡെസ്ക് തത്വമൈ TV. എത്ര മിനിറ്റ് ചേട്ടാ?